കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ക്രിസ്തു യേശുവിൽ എൻ്റെ എളിയ സ്നേഹവന്ദനം അറിയിക്കുന്നു. അക്ബർ ചക്രവർത്തി ഒരിക്കൽ വളരെ നിരാശനായി കാണപ്പെട്ടു. എന്തുകൊണ്ടോ അദ്ദേഹത്തിന് ചിരിക്കാനോ സന്തോഷിക്കാനോ കഴിയുന്നില്ല. മുഖം മ്ലാനമായിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാന പരിചാരക വൃന്ദത്തിൽപ്പെട്ട ചിലരെല്ലാം എങ്ങനെയെങ്കിലും ഈ ചക്രവർത്തി ഒന്ന് ചിരിപ്പിക്കണം, ചിരിച്ചാൽ ഈ മ്ലാനത പോകും. അതേല്ലോ, നമുക്കും അറിയാം, ഒന്ന് ചിരിച്ചാൽ പല മ്ലാനതകളും പോകും. പലരും ചിരിക്കുന്നില്ല. ഒന്ന് ചിരിച്ചാൽ പല മ്ലാനതകളും പോകും. ഭർത്താക്കന്മാരെ, നിങ്ങൾ ഭാര്യമാരുടെ നേരെ നോക്കി ഒന്ന് ചിരിക്കൂ. ഭാര്യമാരെ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഭർത്താവിൻ്റെ നേരെ നോക്കി ഒന്ന് ചിരിക്കൂ. മക്കളെ, മാതാപിതാക്കളെ, നിങ്ങൾ പരസ്പരം ഒന്ന് ചിരിക്കൂ. ആ ഒരു ചിരിയിൽ തന്നെ നമ്മുടെ പല മ്ലാനതകളും സങ്കടങ്ങളും ഒക്കെ ഒഴുകിപ്പോകും. അക്ബർ ചക്രവർത്തി ഒന്ന് ചിരിപ്പിക്കണം. അതിനായി അവർ ബീർബലിനെ ഈ കാര്യങ്ങൾ ഏൽപ്പിച്ചു. ഈ ബീർബൽ വിചാരിച്ചു, കുറച്ച് വിഡ്ഢികളായ ആളുകളെ, സാധാരണ രീതിയിലുള്ളതല്ല, എന്നാൽ സാധാരണക്കാർ ചെയ്യുന്നതിന് വിരുദ്ധമായി ചെയ്യുന്ന വിഡ്ഢിത്തരങ്ങൾ കാണിക്കുന്ന ചില വിഡ്ഢികളായ മനുഷ്യരെ ഒന്ന് കണ്ടെത്തിയാൽ എങ്ങനെയെങ്കിലും ചക്രവർത്തിയെ ചിരിപ്പിക്കാം. അദ്ദേഹം അങ്ങനെയുള്ളവരെ തേടി യാത്രയായി. പലയിടത്തും അന്വേഷിച്ചിട്ട് കണ്ടില്ല. അപ്പോഴതാ 2-3 പേര് വഴിയിൽ എന്തോ അന്വേഷിക്കുന്നു. അവരോട് ബീർബൽ ചോദിച്ചു, നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? ഞങ്ങളുടെ വിലപ്പെട്ട ഒരു നാണയം, സ്വർണ്ണ നാണയം കാണാതെ പോയി, അത് ഞങ്ങൾ അന്വേഷിക്കുകയാണ്. അപ്പോൾ ബീർബൽ ചോദിച്ചു, അതെവിടെയാണ് നഷ്ടപ്പെട്ടത്? അതങ്ങ് അവിടെ അങ്ങ് ദൂരെയാണ് നഷ്ടപ്പെട്ടത്. പക്ഷെ നിങ്ങളെന്താ ഇവിടെ അന്വേഷിക്കുന്നത്? ഇവിടെ ഒരല്പം വെളിച്ചമുള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ അന്വേഷിച്ചു. പ്രിയപ്പെട്ടവരെ, ഇത് ഒരു രസകരമായ കടങ്കഥ പോലെ തോന്നുമെങ്കിലും നിങ്ങളോട് ഞാനൊരു സത്യം പറയട്ടെ. ഇന്ന് നഷ്ടപ്പെട്ടിടത്തല്ല മനുഷ്യനെന്ന് അന്വേഷിക്കുന്നത്. നഷ്ടപ്പെട്ട സ്ഥലത്ത് വെളിച്ചമില്ല. എവിടെയാണ് നിങ്ങൾക്ക് നഷ്ടം വന്നത് നിങ്ങൾ തിരിച്ചറിയണം. ജീവിതത്തിൽ എവിടെയാണ് ഇരുട്ട് വന്നത്, എവിടെയാണ് അന്ധകാരം വന്നത്? ഇരുട്ടിൽ തപ്പിയാൽ കിട്ടുകയില്ല, നഷ്ടപ്പെടാത്തിടത്ത് തപ്പിയാലും കിട്ടുകയില്ല. നാം എന്ത് ചെയ്യണം? എങ്ങനെയാണ് നഷ്ടപ്പെട്ടത്, എവിടെയാണ് നഷ്ടപ്പെട്ടതെന്ന് നാം തിരിച്ചറിയണം. നമ്മിലുള്ള വെളിച്ചം മാറി ഇരുള് വരാൻ കാരണം എന്താണെന്ന് നാം അന്വേഷിക്കണം. ഈ തിരുവചനത്തിൽ അന്വേഷിച്ചാൽ ഒന്നിനും ഉത്തരം കാണാതിരിക്കുകയില്ല. ദൈവത്തിൻ്റെ വചനം എന്ത് പറയുന്നു? യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു, തൻ്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിക്കാൻ വെളിച്ചത്തിലേക്ക് വരുന്നതുമില്ല. തിന്മ പ്രവർത്തിക്കുന്നവർ അവർ വെളിച്ചത്തിലേക്ക് വരുന്നില്ല, അവർ വെളിച്ചത്തെ പകയ്ക്കുന്നു. അതിന് മുമ്പായി 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ 3:19, യോഹന്നാൻ 3:19, ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തേക്കാൾ അധികം ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിക്കുന്ന മനുഷ്യ പ്രകൃതമാണ് മനുഷ്യ ജീവിതത്തിൽ ഇരുളുണ്ടാക്കുന്നതിന് കാരണം, അതിനെ തുടർന്ന് ന്യായവിധി വരാനുള്ള കാരണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇരുൾ മറ്റാരും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടിടുകയില്ല. പ്രിയ സഹോദര, നിന്റെ ഭാര്യയ്ക്ക് നിന്റെ ജീവിതത്തെ ഇരുട്ടാക്കാൻ കഴിയുകയില്ല. മകളെ, നിന്റെ ഭർത്താവിന് നിന്റെ ജീവിതത്തെ ഇരുട്ടാക്കാൻ കഴിയില്ല. നീ മറ്റാരുടെയും നേരെ വിരൽ ചൂണ്ടി ഇന്നയാൾ കാരണമാണ് എൻ്റെ ജീവിതം നശിച്ചത്, ഇന്നയാൾ കാരണമാണ് എൻ്റെ ജീവിതം ഇരുട്ടിലായത്, അങ്ങനെ മറ്റുള്ളവരിലേക്ക് വിരൽ ചൂണ്ടി നിങ്ങൾ ന്യായീകരണം കണ്ടെത്തിയിട്ട് കാര്യമില്ല. എവിടെയാണ് നഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. എവിടെ നഷ്ടപ്പെട്ടിടത്ത് കണ്ടുപിടിക്കണം. നഷ്ടപ്പെട്ടത് കുടുംബത്തിലാണെങ്കിൽ ആ കുടുംബത്തിൽ ശരിയാകണം. നിന്റെ സമാധാനം നഷ്ടപ്പെട്ടത്, നിന്നിൽ ഇരുള് വരാൻ കാരണം, പ്രിയ മകനെ, നീ അന്യായമായി സമ്പാദിച്ചതാണെങ്കിൽ ആ കാര്യത്തിൽ തന്നെ നീ നീക്കുവെക്ക് വരുത്തിയാലേ നിന്റെ ജീവിതത്തിൽ ഇരുട്ട് മാറി പ്രകാശം വരികയുള്ളൂ. പ്രിയപ്പെട്ട സഹോദര, നിന്റെ ജീവിതത്തിൽ മദ്യപാനവും വെറുക്കൂത്തും കഞ്ചാവും മയക്കുമരുന്നുമാണ് നിന്റെ ജീവിതത്തിൽ ഇരുട്ട് കൊണ്ടുവന്നതെങ്കിൽ അവിടെ തന്നെ ചില മാറ്റങ്ങൾ നിന്റെ ജീവിതത്തിൽ വരുത്തിയാലേ, ആ അന്ധകാരത്തിൻ്റെ പ്രവർത്തനങ്ങളോട് യാത്ര പറഞ്ഞാലേ മകനെ നിന്റെ ജീവിതത്തിൽ വെളിച്ചമാകുന്ന ക്രിസ്തു വരികയുള്ളൂ. ഇങ്ങനെ ഓരോന്നും. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും മോഷണ വസ്തുക്കൾ ഇരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് മാറ്റണം. ഇല്ലെങ്കിൽ എന്നും അസ്വസ്ഥതയായിരിക്കും.
അനേകർ പറയുന്നു ഒരു സന്തോഷമില്ല, ഒരു സമാധാനമില്ല, ഒരു സ്വസ്ഥതയില്ല, ജീവിതത്തിൽ ഒരു പ്രത്യാശയില്ല, നിരാശപ്പെട്ടു പോകുന്നു, തളർന്നു പോകുന്നു, വാടിപ്പോകുന്നു. എവിടെയോ അന്ധകാരത്തിന് ഇടമുണ്ട്, പിശാചിന് ഇടമുണ്ട്. അത് നാം കണ്ടെത്തുന്നു, അതിനോട് യാത്ര പറയുന്നു. വെളിച്ചത്തേക്കാൾ നിങ്ങൾ ഇരുളിനെ സ്നേഹിക്കുന്നുണ്ടോ? വെളിച്ചത്തിൻ്റെ പ്രവൃത്തികളേക്കാൾ നിങ്ങൾ ഇരുളിൻ്റെ പ്രവൃത്തികളെയാണോ സ്നേഹിക്കുന്നത്? എന്താണ് ഇരുളിൻ്റെ പ്രവൃത്തികൾ? സകല പാപവും ഇരുളിൻ്റെ പ്രവൃത്തികളാണ്. ദൈവം പ്രസാദിക്കാത്ത എല്ലാ ഇരുളിൻ്റെ പ്രവൃത്തികളാണ്. പിശാച് സന്തോഷിക്കുന്നതല്ല ഇരുളിൻ്റെ പ്രവൃത്തികളാണ്. നമ്മുടെ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്തു പ്രിയരെ, നിങ്ങളൊന്ന് ശോധന ചെയ്യൂ പ്രിയരെ. നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെല്ലാം ഇരുട്ടിൻ്റെ പ്രവൃത്തികളുണ്ട്? നിങ്ങൾ വെളിച്ചത്തേക്കാൾ, സുവിശേഷത്തെക്കാൾ ഈ ലോകത്തെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ? യേശുവിനേക്കാൾ കൂടുതൽ പിശാചിൻ്റെ പ്രവൃത്തികളെയാണോ നിങ്ങൾ സ്നേഹിക്കുന്നത്? എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സ്പോണ്ടേനിയസ് ആയിട്ട് ഇരുട്ട് വരും. നിങ്ങളൊന്ന് ചിന്തിക്കൂ പ്രിയ സഹോദരങ്ങളെ. നാം ഒരു മുറിയിലിരിക്കുന്നു, പുറമേ എല്ലാം കുരുട്ടാണ്, നമ്മുടെ മുറിയിലും ഇരുട്ടാണ്. നിങ്ങൾ ആ ഇരുട്ടിലിരുന്നുകൊണ്ട് എന്തെല്ലാം അന്വേഷിച്ചാലും തപ്പിത്തറിഞ്ഞാലും നിങ്ങൾക്ക് പ്രകാശം കിട്ടുകയില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ മുറിയിൽ തന്നെ ഒരു സ്വിച്ചുണ്ട്. ആ സ്വിച്ച് ഇട്ടാൽ അവിടെ ലൈറ്റ് തെളിയും. അതെ എൻ്റെ മാന്യ സഹോദരങ്ങളെ, ക്രിസ്തുവാകുന്ന പ്രകാശം നിങ്ങൾ വന്ന് ഉദിച്ചാൽ അവിടെ ഇരുട്ട് മാറും. ഇരുട്ട് മാറാൻ വേണ്ടി നിങ്ങൾ എന്തെല്ലാം ചെയ്താലും, ഏതെല്ലാം വഴിപാടുകൾ കഴിച്ചാലും, ഏതെല്ലാം നേർച്ച കാഴ്ചകൾ കഴിച്ചാലും, ഏതെല്ലാം മനോഹര പ്രവൃത്തികൾ ചെയ്താലും, നിങ്ങൾ ഏതെല്ലാം വിശുദ്ധന്റെ അടുക്കൽ പോയി പ്രാർത്ഥിച്ചാലും എൻ്റെ പ്രിയരെ ഇരുട്ട് മാറുകയില്ല. പാപത്തിൻ്റെ ഇരുട്ട് മാറണമെങ്കിൽ സത്യപ്രകാശമായി ക്രിസ്തു വരണം. നിങ്ങളുടെ ജീവിതത്തിൽ തിന്മ മാറണം. തിന്മ വെച്ചുകൊണ്ട് നിങ്ങൾ എന്തെല്ലാം മനോഹര പ്രവൃത്തികൾ ചെയ്താലും എൻ്റെ പ്രിയരെ, ഞാൻ സ്നേഹം കൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. എനിക്ക് നിങ്ങളോട് ആരോടും ഒരു മുൻവിധി ഉണ്ടായിട്ടല്ല. ജീവിതത്തിൽ പാപം മാറ്റാതെ ക്രിസ്തീയ ജീവിതം ഞാൻ നയിക്കുന്നു എന്ന തോന്നലോടെ നാം മുന്നോട്ട് പോയാലും ജീവിതത്തിൽ നിന്ന് ഇരുൾ മാറുകയില്ല. പാപത്തോട് യാത്ര പറയാതെ നാം ഏതെല്ലാം ആത്മീയ ശുശ്രൂഷകൾ ചെയ്താലും ജീവിതത്തിൽ നിന്ന് ഇരുൾ മാറുകയില്ല. ഹല്ലേലൂയ. പാപത്തോടും തിന്മകളോടും യാത്ര പറയാതെ നാം ഏതെല്ലാം ആത്മീയ ശുശ്രൂഷ ചെയ്താലും, സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചാലും, വചന ശുശ്രൂഷകൾ നടത്തിയാലും, പാട്ടുകൾ പാടിയാലും, എന്തെല്ലാം മനോഹര പ്രവൃത്തികൾ ചെയ്താലും ഇരുട്ട് മാറുകയില്ല. കാരണം ഇരുട്ടിൻ്റെ അധികാരി പിശാചാണ്. പിശാചിന് അവകാശമുള്ള പാപം തമ്മിലുള്ളപ്പോൾ അവനവിടെ കയറിയിരിക്കും. ദൈവത്തിന് സ്തോത്രം. ആ പിശാച് അവിടെ കയറിയിരിക്കും. ഇത് എനിക്ക് അവകാശമുള്ളതെന്ന് പറയും. നാം എന്ത് ചെയ്യണം? ഇരുട്ട് എനിക്ക് വേണ്ട, തിന്മ എനിക്ക് വേണ്ട, മദ്യപാനം എനിക്ക് വേണ്ട, കോപം എനിക്ക് വേണ്ട, വൈരാഗ്യം എനിക്ക് വേണ്ട, പക വേണ്ട, വിദ്വേഷം വേണ്ട. ഹല്ലേലൂയ. ജഡത്തിൻ്റെ പ്രവൃത്തികളോ, ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ദ്വന്ദ്വപക്ഷം, ഭിന്നത, ദുർനടപ്പ്, അസൂയ, മദ്യപാനം മുതലായവ ഇതെല്ലാം ഇരുട്ടിൻ്റെ പ്രവർത്തനങ്ങളാണ്. പിശാച് നമ്മെ അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനുമാണ് വരുന്നത്. മകനെ, നീ പാപത്തേട്ട് കളിക്കല്ലേ, പാപത്തേട്ട് അമ്മാനമാടല്ലേ, പാപം വെള്ളം പോലെ കുടിക്കല്ലേ. നിന്നിൽ ഇരുട്ട് വന്ന് കയറും. ആ ഇരുട്ട് നിന്റെ തലമുറകളിലേക്ക് പകരും. ആ ഇരുട്ട് നിന്നെ നിത്യ അന്ധകാരത്തിലേക്ക് കൊണ്ടുപോകും. കർത്താവിൻ്റെ വചനം പറയുന്നു, ന്യായവിധി എന്നതോ വെളിച്ചമാവുന്ന ക്രിസ്തു ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യൻ ക്രിസ്തുവിനെ സ്വീകരിക്കാതെ പിശാച് തരുന്ന ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ, മദ്യപാനം, വെറുക്കൂത്ത്, ഇങ്ങനെ അനേകം പാപങ്ങൾക്ക് അടിമയായി യേശുവിനെ സ്നേഹിക്കാതെ അവർ യേശുവിൽ നിന്ന് അകന്നകന്നകന്ന് ഇരുട്ടിൻ്റെ പിന്നാലെ പോകുന്നതുകൊണ്ടാണ് അവരുടെ മേൽ വലിയ ഇരുട്ടിൻ്റെ പ്രവൃത്തിയും തുടർന്ന് ന്യായവിധിയും വരുന്നതെന്ന്. ഇതെത്ര പേരറിയുന്നു? സ്വന്തം ജീവിതത്തിലെ പാപം മറച്ചു പിടിച്ചിട്ട് അതിനെ മറയ്ക്കാൻ വേണ്ടി നന്മ പ്രവൃത്തികൾ ചെയ്യുന്നവരുണ്ട്. എന്നാൽ മോനെ, മനുഷ്യരെ മറയ്ക്കാൻ ദൈവത്തെ മറയ്ക്കാൻ കഴിയില്ല. സങ്കീർത്തനങ്ങൾ 139 പറയുന്നു, യഹോവേ, നീ എന്നെ ശോധന ചെയ്തറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും ഞാൻ എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എൻ്റെ നിരൂപണമൊക്കെ നീ ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്നു. എൻ്റെ നടപ്പും എൻ്റെ കിടപ്പും നീ ശോധന ചെയ്യുന്നു. എൻ്റെ വഴികളൊക്കെ നിനക്ക് മനസ്സിലായിരിക്കുന്നു. നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല. നീ മുമ്പും പിമ്പും എന്നെ അടച്ച് നിന്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. എന്തെല്ലാമാണ് ദൈവത്തിൻ്റെ വചനം. ദൈവം അറിയുന്നു. മോനെ, നീ കൈക്കൂലി വാങ്ങിയപ്പോൾ നിന്നിൽ അന്ധകാരം വന്ന് കയറുകയായിരുന്നു. നീ വിചാരിച്ചു എനിക്ക് ധാരാളം പണം കിട്ടിയെന്ന്. ആ പണത്തോടുകൂടെ മോനെ, നിന്റെ കയ്യിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ തലമുറകളുടെ മേൽ അന്ധകാരമാണ് വന്നത്. ഹല്ലേലൂയ. എങ്ങനെ ഓരോന്നോരോന്ന് ചികഞ്ഞു നോക്കുമ്പോൾ പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ചും ബോധ്യം തരുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുമ്പോൾ നമുക്ക് കുറ്റബോധം കിട്ടും. നാം ബാല്യകാലം മുതൽ ചെയ്തു കൂട്ടിയ അനേക പാപങ്ങൾ, പാപപ്രകൃതങ്ങൾ, പാപവസ്തുക്കൾ, മോഷണ വസ്തുക്കൾ എല്ലാത്തിനോട് യാത്ര പറഞ്ഞ്
നാഥ, ഞാനൊരു പാപിയാണെന്ന് ദൈവത്തിൻ്റെ സന്നിധി സംബന്ധിച്ച് ആ പാപത്തോട് യാത്ര പറഞ്ഞ് യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളെ ജീവിതം കൊടുത്ത് ഈ പ്രകാശമാവുന്ന യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ക്ഷണിച്ചാൽ അന്ധകാരം മാറും. സത്യപ്രകാശമാവുന്ന ക്രിസ്തു നിങ്ങൾ വന്ന് ഉദിക്കും. ന്യായവിധി നിങ്ങളുടെ ജീവിതത്തിൽ മാറും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിത്യ ന്യായവിധിയിൽ നിന്ന് നിങ്ങൾക്ക് മോചനം കിട്ടും. നിത്യശിക്ഷാവിധിയിൽ നിന്ന് നിങ്ങൾക്ക് വിടുതൽ കിട്ടും. നിത്യ നരക തീപ്പൊയ്ക ഒഴിവായി നിത്യസ്വർഗത്തിൻ്റെ അവകാശം നിങ്ങൾക്ക് കിട്ടും. അതിനാണ് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് അധ്വാനിക്കുന്നത്. നിങ്ങൾ എന്ത് പറയുന്നു പ്രിയരെ? ഇരുട്ടിൻ്റെ പ്രവൃത്തികളോടൊന്ന് യാത്ര പറയാമോ? തിന്മയോട് യാത്ര പറയാമോ? യേശുവിനെ സ്വീകരിക്കാമോ? യേശു നിങ്ങളുടെ തൊട്ടടുത്ത് വന്നിട്ടുണ്ട്. യേശു നിങ്ങളോട് ചോദിക്കുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. മോനെ, നിന്റെ ഹൃദയവാതിൽക്കൽ നിന്ന് ഞാൻ മുട്ടുകയാണ്. നീ ഇരുട്ടിനോട് യാത്ര പറഞ്ഞ് വെളിച്ചമാവുന്ന എന്നെ സ്വീകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്. ആരെങ്കിലും, ഇഫ് എനിബഡി, ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കുമെന്ന് കർത്താവ് പറയുന്നു. ആ കർത്താവിനെ സ്വീകരിക്കൂ. ഇരുളെല്ലാം മാറി സമാധാനവും സന്തോഷവും ടെൻഷൻ ഫ്രീ ആയിട്ടുള്ളൊരു ജീവിതം ഈ ഭൂമിയിൽ കുടുംബത്തിൽ സ്വർഗ സന്തോഷം അനുഭവിക്കുന്ന സൗഭാഗ്യം അനുഭവിച്ചു തുടങ്ങുവാൻ ഇടയാകട്ടെ. അതിനായി ക്രിസ്തുവിനെ, വെളിച്ചമാവുന്ന ക്രിസ്തുവിനെ സ്വീകരിക്കൂ. കർത്താവിൻ്റെ പ്രകാശം നിങ്ങളുടെ മേൽ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടോ? തീർച്ചയായും ഞങ്ങളെ അറിയിക്കാം. താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യാം. പക്ഷെ ഞങ്ങൾ എന്നും നിങ്ങളോട് പറയുന്നൊരു കാര്യം, നിങ്ങൾക്ക് വിളിക്കാൻ പറയാൻ ഞങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും പ്രിയരെ. പക്ഷേ എന്നുമെന്നും മറ്റുള്ളവരെ വിളിച്ച പ്രാർത്ഥനാ വിഷയം പറയുന്നവരായിട്ടല്ല. നിങ്ങൾ പറഞ്ഞുകൊള്ളൂ. പക്ഷെ നിങ്ങൾ ഒറ്റയ്ക്ക് യേശുവിനോട് നിങ്ങളുടെ വിഷയങ്ങൾ പറയണം. നിങ്ങളുടെ ഹൃദയം ദൈവത്തിൽ പകരണം. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ച് മറുപടി കിട്ടും നിങ്ങൾ അനുഭവിക്കണം. അങ്ങനെ ക്രിസ്തുവിനെ അനുദിനം അനുഭവിക്കുന്നവരായി നിങ്ങൾ തീരണം. അതിനിടയാകട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.